ഒരിടത്തൊരിടത്ത് രണ്ട് വ്യാപാരികൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് ശിക്കാരി, അടുത്ത ആളുടെ പേര് ശംഭു. അവർ രണ്ടുപേരും കയ്യിൽ സാധനങ്ങളെല്ലാമായി ഓരോ വീടുകളിൽ കയറും. അങ്ങനെ അവരുടെ സാധനങ്ങളെല്ലാം വിൽക്കും. അങ്ങനെ അന്ന് ഗ്രാമത്തിലൂടെ നടന്ന് ഓരോ വീടുകൾ കയറി ഇറങ്ങി സാധനങ്ങളെല്ലാം വിറ്റു. അവർക്ക് വളരെ ക്ഷീണം തോന്നി. അന്ന് സൂര്യന്റെ ചൂട് വളരെ കൂടുതലായിരുന്നു. അവിടെ എങ്ങും മരം കണ്ടില്ല. അവർ വീണ്ടും നടന്നു. അപ്പോൾ ദൂരത്ത് ഒരു മരം കണ്ടു. അതിന്റെ ശാഖകളെല്ലാം നല്ല കുട പോലെ നിൽക്കുകയായിരുന്നു. അവർക്ക് വളരെ സന്തോഷമായി. വേഗം തന്നെ അവർ ആ മരത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നു. അങ്ങനെ മരത്തിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അവർ പറഞ്ഞു, നമുക്കിവിടെ കുറച്ചു നേരം ഉറങ്ങി വിശ്രമിക്കാം. ഇത്ര നേരം നമ്മൾ നടന്ന് ക്ഷീണിച്ചതല്ലേ. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം താഴെ വെച്ച് അതിന്റെ ചുവട്ടിലിരുന്ന് ഉറങ്ങി. അവർക്ക് നല്ല സുഖം കിട്ടുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ തുടങ്ങി. പെട്ടെന്ന് അവർ മരത്തിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ശംഭു പറഞ്ഞു, ഈ മരം എന്തിനു കൊള്ളാം? ഈ മരത്തിനകത്ത് ഒരു ഫ്രൂട്ട്സ് പോലും ഇല്ലല്ലോ. ശിക്കാരിയും അത് സമ്മതിച്ചു. ഇതെല്ലാം കേട്ട് അവിടെ ഒരു പൂച്ച നിൽപ്പുണ്ടായിരുന്നു. പൂച്ച പറഞ്ഞു, നിങ്ങൾ എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്? നിങ്ങൾ ഇത്ര നേരം ഇതിന്റെ ചുവട്ടിലിരുന്നല്ലേ ഉറങ്ങിയത്? നിങ്ങൾ ക്ഷീണിച്ച് വരുന്നതും പറഞ്ഞതും എല്ലാം ഞാൻ കണ്ടതാണ്. നിങ്ങൾ ഇത്ര നേരം ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് വിശ്രമിച്ചതിന് നിങ്ങൾക്ക് ഒരു നന്ദിയുമില്ലേ? അതാ മരത്തിന്റെ ഒരു ഗുണമല്ലേ? എല്ലാവർക്കും നന്മയും തിന്മയും ഉണ്ടാകും. നമ്മൾ അവരുടെ കുറ്റം മാത്രം നോക്കിയിരിക്കരുത്, നന്മയും കാണാൻ പഠിക്കണം. പൂച്ചയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശിക്കാരിക്കും ശംഭുവിനും വളരെ നാണക്കേട് തോന്നി. അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞ കാര്യം ശരിയായില്ല എന്ന്. അങ്ങനെ ശിക്കാരിയും ശംഭുവും പൂച്ചയോട് ഒരുപാട് നന്ദി പറഞ്ഞു, നല്ലൊരു ബോധ്യം കൊടുത്തതിന്. അപ്പോഴാണ് അവർക്ക് ഇത്ര നേരം അവർ വിശ്രമിച്ച ആ മരത്തിനോട് മനസ്സിൽ അവർക്ക് വളരെ സ്നേഹവും നന്ദിയും തോന്നി. അവർ വീണ്ടും യാത്ര പുറപ്പെടുകയും ചെയ്തു. നമ്മളുടെ കൂട്ടുകാർക്കോ വീട്ടിലുള്ളവർക്കോ എല്ലാം കുറ്റങ്ങളും നല്ലതും നല്ല സ്വഭാവങ്ങളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകും. നമ്മളെപ്പോഴും അവരുടെ കുറ്റങ്ങൾ നോക്കിയിരുന്ന ആ കുറ്റം മാത്രം പറയരുത്. അവർ ചെയ്ത നന്മകളും നമ്മൾ ഓർക്കണം. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ സ്നേഹിതനെ അകറ്റുന്നു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്